ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എന്നത്തെയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ഡിസ്പോസിബിൾ ഗ്ലാസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിലോട്ടൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇതാ കുറച്ച് സോപ്പും പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കെമിക്കൽ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ കാണുന്ന ഉറുമ്പിനെ എല്ലാം തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ. ഉറുമ്പ് ഭയങ്കര ഒരു ശല്യക്കാരാണല്ലോ. നമ്മുടെ വീട്ടിൽ ടൈലിൽ നമ്മൾ എങ്ങനെ തുടച്ചിട്ടാലും ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്നത് കാണാം. അതേപോലെ തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പും ചുമരിലൊക്കെ ഉറുമ്പുകൾ കാണാൻ പറ്റും. കടിയൻ ഉറുമ്പുകളൊക്കെ ആകുമ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കുട്ടികളൊക്കെ ആകുമ്പോൾ എന്തായാലും കടിച്ച് പണിയാക്കിയിടും. അപ്പോൾ നമുക്ക് ഈ ഒരു കെമിക്കൽസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറുമ്പിനെ തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇതാ കുറച്ച് സോപ്പും പൗഡർ ഇട്ടതിന് ശേഷം ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. ക്വാണ്ടിറ്റി ഒന്നും ഞാനിവിടെ പറയുന്നില്ല. എത്രത്തോളമാണോ നിങ്ങൾക്ക് ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെക്കേണ്ടത് അത്രത്തോളം ഈ ഒരു പൗഡറൊക്കെ എടുക്കാൻ നോക്കണേ. ഇനി ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുറച്ച് വെള്ളത്തിലോട്ടേക്ക് സോപ്പും പൗഡറും അതേപോലെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും എല്ലാം ഇട്ടിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ വിനാഗിരിയും ഇടുന്ന സമയത്ത് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല പതഞ്ഞ് പൊങ്ങിയിട്ട് അങ്ങനെ താഴോട്ടൊക്കെ ചിന്തിപ്പോവും. അപ്പോൾ നമ്മൾ വലിയ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയെ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. അതാണ് കേട്ടോ കുഞ്ഞു പാത്രം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ. സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് ഈ ഒരു അടപ്പിന് ചെറിയൊരു ഹോളും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. അടപ്പിന് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്പ്രേ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കില്ല ഈ ഒരു ഹോൾ ഉണ്ടെങ്കിൽ. അപ്പോൾ എവിടെയാണോ ഉറുമ്പ് കാണുന്നത് ആ ഒരു വശങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം തന്നെ നമുക്ക് നല്ല ലൈവായിട്ടുള്ള റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. വേഗം തന്നെ ഉറുമ്പുകളെല്ലാം ചത്ത് വീഴുന്നത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉറുമ്പ് കണ്ടില്ലേ, ഈ ഒരു ചുമരിലൂടെ സ്വിച്ച് ബോർഡിൻ്റെ ഇടയിലെല്ലാം ഉണ്ടാവും ഉറുമ്പ്. മണ്ണെടുത്തിട്ട് ഒക്കെ കേടാക്കിയിടും. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ചത്ത് വീഴുന്നത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് സ്പ്രേ ചെയ്തപ്പോഴേക്കും ആ ഒരു ഉറുമ്പിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ചുമരിലൂടെ ഇങ്ങനെ ലൈനായിട്ട് തന്നെ പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഉറുമ്പെല്ലാം ചത്ത് വീഴുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഉറുമ്പിനെ കൊല്ലാനായിട്ട് ഉറുമ്പും പൊടിയോ അതേപോലെ തന്നെ പൗഡറോ ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ഓയിലിൻ്റെ ബോട്ടിലാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ ഓയിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെക്കുന്ന ഈ ഒരു ബോട്ടിലുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ നമ്മളത് ക്ലീൻ ആക്കണമല്ലോ. ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ടിട്ട് ഓയിൽ ഇങ്ങനെ കട്ടയായി നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടാണല്ലേ. നമ്മൾ എന്താ ചെയ്യുക, ചൂടുവെള്ളം ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം കുലുക്കി കഴുകിയാലും ആ ഒരു മെഴുക്ക് അങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമുക്കിതിലേക്ക് ഡിഷ് വാഷോ സോപ്പും പൊടിയോ സോപ്പോ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഐസ് ക്യൂബ് മാത്രം മതി കേട്ടോ. എത്ര മെഴുക്കുള്ള പാത്രമായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഞൊടിയിടയിൽ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഐസ് കട്ടയായിട്ടുള്ള ഐസാണ്. അപ്പോൾ ഞാനൊന്ന് കുത്തി പൊടിച്ചിട്ട് ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വായുവട്ടം കുറഞ്ഞ പാത്രം ആയതുകൊണ്ട് കേട്ടോ അതേപോലെ ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ടേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ഐസ് ക്യൂബും ഡിഷ് വാഷ് ലിക്വിഡും മാത്രം മതി. ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈവച്ചിട്ട് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള എല്ലാ മെഴുക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഐസ് ക്യൂബും അതേപോലെ ലിക്വിഡും ഒഴിച്ചിട്ട് നല്ലോണം ഷേക്ക് ചെയ്ത് കൊടുത്തപ്പം തന്നെ ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു കെട്ടിക്കിടക്കുന്ന മെഴുക്കെല്ലാം
പോയി കിട്ടാൻ പറ്റിയത് കണ്ടില്ലേ, ഇതേപോലെ നല്ല രീതിയിൽ തന്നെ പോയി കിട്ടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തുള്ള എല്ലാ മെഴുക്കും നല്ല രീതിയിൽ തന്നെ ആ ഒരു ഐസ് ക്യൂബ് എല്ലാം വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് എത്ര കെട്ടിക്കിടക്കുന്ന എത്ര പഴക്കമുള്ള മെഴുക്കായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലേക്ക് ചൂടുവെള്ളം വേണ്ട, അതേപോലെ സോപ്പും പൊടിയോ ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു ഐസ് ക്യൂബും ഡിഷ് വാഷും മാത്രം മതി. എത്ര കെട്ടിക്കിടക്കുന്ന മെഴുക്കായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പെന്നാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഇതേ രീതിയിൽ നമ്മൾ നമ്മുടെ ഓയിലിൻ്റെയും വെളിച്ചെണ്ണേൻ്റെയും ഒക്കെ ബോട്ടിൽ നമുക്ക് ക്ലീൻ ആക്കുന്നത് വളരെയേറെ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ചുടുവെള്ളമോ സോപ്പൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ മെഴുക്കും നമുക്ക് പോയിട്ട് ആ ഒരു ബോട്ടിൽ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ ഒരു ഐസ് ക്യൂബ് മെഴുക്കെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ ആദ്യം കണ്ട ബോട്ടിലേ അല്ല, നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാൻ പറ്റിയിട്ടുണ്ട്. നല്ല കെട്ടിക്കിടക്കുന്ന മെഴുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ കുറച്ച് ദിവസം ഇങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം, മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു വെളിച്ചെണ്ണൻ്റെ ബോട്ടിലാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇതേപോലെ ബോട്ടിലാക്കി വെക്കല്ലോ. വെളിച്ചെണ്ണ നമ്മൾ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് ഓരോ സമയം എടുക്കുന്ന സമയത്തും ഇതേപോലെ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒലിച്ച് ഇറങ്ങുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പിടിക്കാൻ ഗ്രിപ്പ് കിട്ടൂല, വഴുക്കി പോവും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബോട്ടിൽ വെക്കുന്ന സ്ഥലത്തൊക്കെ മെഴുക്കിൻ്റെ അംശങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് അതെല്ലാം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ആദ്യം തന്നെ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഗ്രിപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ 2 റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വഴിക്കിട്ട് ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ആ ഒരു മെഴുക്കുള്ളത് കൊണ്ടിട്ട് ഇങ്ങനെ ഗ്രിപ്പ് കിട്ടാതെ വഴിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒരു പേടിയില്ല കേട്ടോ, വീണ് പോയാലും കുഴപ്പമൊന്നുമില്ല. ചില്ല് ബോട്ടിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വീണ് പോകുമല്ലോ. അപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ 2 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോട്ടിൽ എടുക്കുന്ന സമയത്ത് കൈക്ക് നല്ല ഗ്രിപ്പ് ഇട്ടാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിലൊക്കെ ഓയിലോ വെളിച്ചെണ്ണ ഇല്ലാതിരിക്കാനും അതേപോലെ ബോട്ടിൽ വെക്കുന്ന സമയത്ത് ആ ഒരു വെക്കുന്ന സ്ഥലത്തൊക്കെ മെഴുക്കിൻ്റെ അംശം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സോക്സ്, പഴയ സോക്സൊക്കെ ഉണ്ടാവുമല്ലോ, ഇതേപോലെ പ്രിൻ്റിലുള്ള സോക്സൊക്കെ ആകുമ്പം നമുക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ബോട്ടിൽ കാണാനായിട്ട്. അപ്പോൾ അതാ ഞാനിത് പഴയ കീറിയ ഒരു പ്രിൻ്റഡ് ഉള്ള സോക്സാണ് കേട്ടോ. ഈ ഒരു സോക്സ് ഇത് അതേപോലെ ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു വെളിച്ചെണ്ണ ഓയിലോ ഒന്നും ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിലൊന്നും ഉണ്ടാവില്ല. നമുക്കിങ്ങനെ പിടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഗ്രിപ്പ് കിട്ടാനായിട്ട് പറ്റും. ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഈ ഒരു സോക്സ് എടുത്തിട്ട് നമുക്ക് അലക്കിയിട്ട് ഉണക്കി വീണ്ടും ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കി കളയുന്ന സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുഞ്ഞു ടിപ്പിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ 2 ഓയിലിൻ്റെ പാക്കറ്റാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓയിലും വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാക്കറ്റിൽ ഒരുപാട് ഓയിലുകൾ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഓയിൽ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിതാ ഈ ഒരു 2 സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള മരത്തടികളൊക്കെ ഉണ്ടാവുമല്ലോ, മരത്തിൻ്റെ ചട്ടകം, അതേപോലെ നമ്മൾ ഫ്രൈ പാനൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ചട്ടകമൊക്കെ ഉണ്ടാവുമല്ലോ മരത്തിൻ്റെ, ഈ ഒരു ചട്ടകമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്തതൊക്കെ ആകുമ്പോൾ കുറേ കഴിയുമ്പം അതിൻ്റെ മുകളിലൊരു വൈറ്റ് പൂപ്പലുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, വൈറ്റ് പൂപ്പലുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് പൂപ്പലില്ലാതിരിക്കാനും അതേപോലെ തന്നെ ഇത് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ഫ്രഷ് ആയിരിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഓയിലിൻ്റെ പാക്കറ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് മെഴുക്കിൻ്റെ അംശം ഇതിൻ്റെ മുകളിലൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഒരിക്കലും അത് ഫംഗസോ പൂപ്പലോ ഒന്നും വരാൻ ചാൻസ് ഇല്ല. എപ്പോഴും നമ്മൾ ഈ ഒരു തവികൾ എടുക്കുന്ന സമയത്ത് പുതുമയോടെ ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇടയ്ക്ക് ഇതേപോലെ തുടച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഓയിലൊക്കെ പൊട്ടിച്ചിട്ട് ബോട്ടിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഓയിലിൻ്റെ പാക്കറ്റ് നമ്മൾ ഒഴിവാക്കണ്ട. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ഇതാ ഒരു പാക്കറ്റ് ഓയിലിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് ഇത് തവികളൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പാക്കറ്റും കൂടെ ഇവിടെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഈ ഒരു പാക്കറ്റ് ഇതാ
ചെറുത് എത്രയും കുഞ്ഞാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കുഞ്ഞാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ കത്രിക വെച്ചിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് ഞാനിതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വെറുതെ കളിക്കുന്ന കുട്ടികളോട് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. കത്രിക വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഇങ്ങനെ വെട്ടി കളിക്കുമല്ലോ, അവരോട് തന്നെ പറഞ്ഞാൽ മതി. ഏറ്റവും കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അവർ കട്ട് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇതാ ഏറ്റവും ചെറിയ പീസസ് ആക്കിയിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു കിടിലൻ റെമഡിയാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഇതാ വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ആട്ടപ്പൊടി എടുക്കണം കേട്ടോ ഈ ഒരു ടിപ്പിനായിട്ട്. അപ്പോൾ ആട്ടയോ മൈദയോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊരു സ്പൂണ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്പൂണ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലോട്ടേക്ക് ഇതാ കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ബാക്കി വന്ന ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ പൊരിച്ച, അതായത് നമ്മൾ കയ്യിൽ പൊരിച്ച ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ, മീനോ അതേപോലെ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ, ബാക്കി വന്നിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓയിൽ അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഈ ഒരു മാവ് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിക്ക് പരത്തുന്ന ആ ഒരു രൂപത്തിൽ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആട്ടപ്പൊടിയും അതേപോലെ തേങ്ങയും അതേപോലെ തന്നെ ഈ ഒരു പൊരിച്ച ഓയിലും ആണ് കേട്ടോ അത് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. കുറച്ച് ഷേപ്പിൽ പത്തിരീൻ്റെ ആ ഒരു ചെറിയ ഷേപ്പിലൊന്ന് കൈവച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഈ ഒരു ഉരുളകളിലേക്ക് ഞാൻ കുറച്ച് ഈ ഒരു എന്താ പറയുക, നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഓയിലിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു കട്ട് ചെയ്ത പീസസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫില്ലിങ് രൂപത്തിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ഉരുളകളാക്കിയിട്ട് എടുക്കുക. നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ നമ്മൾ തേങ്ങ ഫില്ലിംഗ് ആയി വെക്കല്ലോ, അതേ രൂപത്തിൽ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലിൻ്റെ പാക്കറ്റ് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഫില്ലിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഉരുട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ കവർ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഇങ്ങനെ നോക്കിയാലും കാണാൻ പറ്റില്ല കേട്ടോ. അതേ രൂപത്തിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ എലിനെയും അതേപോലെ പെരിച്ചാഴിയെയും എല്ലാം നല്ല രീതിയിൽ തന്നെ തുരത്തി ഓടിക്കാനുള്ള, അവർ തീരെ വീട്ടിലേക്ക് വരാതിരിക്കാനുള്ള നല്ലൊരു റെമഡി തന്നെയാണ് കേട്ടത്. അപ്പോൾ രാത്രിയിൽ എവിടെയാണോ അവർ വരാറുള്ളത് ആ ഒരു ഭാഗത്ത് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഉരുട്ടിയതിന് ശേഷം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് രണ്ടാമത്തെ ഫില്ലിങ് വെക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ പൊരിച്ച ഓയിലാണല്ലോ ഉപയോഗിച്ചത്, ആ ഒരു ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർക്ക് സ്മെല്ലടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവരിത് വയറ്റിൻ്റെ അകത്താക്കാൻ നോക്കും. അപ്പോൾ അകത്തായി കഴിഞ്ഞാലോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ഉള്ളത് കൊണ്ടിട്ട് വേഗത്തിൽ തന്നെ വയർ വീർത്തിട്ട് ചത്തു പോകട്ടോ അവർ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഭയങ്കര ശല്യക്കാരായ ഈ ഒരു എലിനെയും അതേപോലെ പെരിച്ചാഴിയെയും എല്ലാം നല്ല രീതിയിൽ തന്നെ കൊന്നൊടുക്കാനുള്ള നല്ലൊരു കിടിലൻ റെമഡി തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഭയങ്കര ശല്യക്കാരായ ഈ ഒരു എലിനെയും പെരിച്ചാഴിയെയും എല്ലാം നമ്മുടെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാം. ഇനി എലിക്കണിയോ അല്ലെങ്കിൽ വിഷം ഒന്നും വെച്ചിട്ട് അവരെ കൊല്ലേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാതെ നല്ല രീതിയിൽ അവരെ ശല്യം നമ്മുടെ വീട്ടിൽ നിന്നും ഇല്ലാതാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. മറക്കല്ലേ, ഇതിൽ തേങ്ങയും അതേപോലെ ആ ഒരു പൊരിച്ച ഓയിലാണല്ലോ ചേർത്തിട്ടുള്ളത്. പെട്ടെന്ന് അവർക്ക് സ്മെല്ലടിച്ചിട്ട് വേഗം വന്ന് വയറ്റിൻ്റെ അകത്താക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പുകളെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഇൻഷാ അല്ലാ. താങ്ക് യു.